ബി റജി, അദ്ദേഹം കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ ജോർജ് പൊടിപ്പാറ മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ശ്രീ ബി റജി, ഇന്നലെ ശക്തമായ മുന്നറിയിപ്പാണ് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയത്. അത് അണുവിട വ്യതിചലിക്കില്ല ഇപ്പോഴെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അത് ബോധ്യങ്ങളിൽ നിന്നുള്ള തീരുമാനമാണ് എന്നതുകൂടി വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിനെതിരെ പോലും ശക്തമായ സൈബർ ആക്രമണം നടക്കുമ്പോഴാണ് വി ഡി സതീശൻ ആ നിലപാട് തുറന്നു പറഞ്ഞത്. നമുക്കറിയാം, ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ പ്രമുഖ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്ത് വരുമ്പോൾ, വനിതാ നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരുമ്പോൾ അവർക്ക് സമൂഹ മാധ്യമങ്ങളിൽ നേരിടേണ്ടി വന്ന അധിക്ഷേപം എന്താണ് എന്ന് നമുക്കറിയാം. വലിയ രീതിയിൽ ഒരു സ്ഥലത്ത് ഈ ആരോപണ വിധേയനെ പ്രൊമോട്ട് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ തന്നെയാണ് അതിനെതിരെ സംസാരിക്കുന്നവരെ തെരഞ്ഞു പിടിച്ച് ഈ രീതിയിൽ ആക്രമണത്തിന് വിധേയമാക്കുന്നത് എന്ന് കൂടി കാണുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ വി ഡി സതീശൻ പറഞ്ഞത് പാർട്ടിയുടെ നിലപാടാണോ? ഒത്തൊരുമയോട് കൂടി ഒരേ നിലപാടിൽ റിയൽ ആണ് വേണ്ടത് എന്ന ബോധ്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ടോ? യു ഡി എഫിന്റെ നിലപാടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് കേൾക്കാമോ? അപ്പോ യു ഡി എഫിന്റെ നിലപാടാണ് ബഹുമാന്യനായ വി ഡി സതീശൻ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം റീലുകളിലൂടെ അല്ല കൂടുതൽ പ്രചരിക്കുന്നത് എന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഒരു 60% കോൺഗ്രസിന്റെ വിശ്വാസികൾ, കോൺഗ്രസിന്റെ ആ ഒരു അതിന്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർ ഈ ആധുനിക അല്ലെങ്കിൽ ന്യൂജൻ വിഭാഗത്തിൽപ്പെടുന്നവരല്ല, കാലങ്ങളായി കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഈ ആധുനിക യുഗത്തിലുള്ളവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ തന്നെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ള ഒരു സങ്കലനത്തോടെ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം പ്രഖ്യാപിക്കുന്നതിന്റെ മറ്റൊരു കാരണം കൂടിയുണ്ട്. അദ്ദേഹം കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളിലെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത് സംഘടനാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ KPCC പ്രസിഡന്റ് ആണ് പ്രഖ്യാപിക്കേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ പല ഫേക്ക് ഹാൻഡിലുകൾ വഴിയും കോൺഗ്രസിന്റെ തന്നെ വനിതാ നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഫേക്ക് അക്കൗണ്ടുകളാവാം. പിന്നെ കോൺഗ്രസിന്റെ വനിതാ നേതാക്കളെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി വ്യക്തമായ ഒരു നിലപാടെടുക്കുന്നതിന് മുമ്പ് അവരുടെ അഭിപ്രായം പൊതുമാധ്യമങ്ങൾ മുഖേന ഈ കേരളത്തിലെ ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഒരു കോൺഗ്രസ് അതിന്റെ എല്ലാ പാർട്ടികളുമായി അതിന്റെ നേതാക്കന്മാരും ചേർന്നിരുന്നുകൊണ്ട് ഒരു ഉചിതമായ തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം ഒരാൾ പോലും, ഒരു നേതൃനിരയിലുള്ള ഒരു വ്യക്തി പോലും ആ തീരുമാനത്തെ തള്ളിപ്പറയുകയോ അത് തെറ്റായി പോയി എന്ന് പറയുകയോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് കേരള ചരിത്രത്തിൽ ഇന്നോളം കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങളാണ് ഒരു MLA-ക്കെതിരെ ഉയർന്നത്. ആ ആരോപണങ്ങളിൽ വനിതാ നേതാക്കൾക്ക് അവരുടെ അഭിപ്രായം പറയണമെങ്കിൽ അത് പാർട്ടി തീരുമാനമെടുത്തതിന് ശേഷം മാത്രമാണോ പറയേണ്ടത്? അവർ അങ്ങനെ പറഞ്ഞത് താങ്കൾ കൂടി തള്ളിക്കളയുകയാണോ? നോക്കൂ, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം അതിന്റെ സമുന്നത നേതാക്കൾ ചേർന്നിരുന്നു കൊണ്ട് കൈക്കൊണ്ടിട്ടുണ്ടല്ലോ. അത് കേരള സമൂഹത്തിന്റെ മുമ്പാകെ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. കേരള സമൂഹം നടപടി വന്നതിന് ശേഷമാണ് വനിതാ നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വരുന്നത്. അതിൽ ഈ ഒരു പൊതുപ്രവർത്തകനായി തുടരാനുള്ള ധാർമ്മികമായ അവകാശം രാഹുൽ മാങ്കൂട്ടത്തിനില്ല എന്നതുൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ വനിതാ നേതാക്കൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സമൂഹം എന്ന നിലയിൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കേണ്ടതാണ് അത്തരം അഭിപ്രായ പ്രകടനങ്ങളെ. ധൈര്യപൂർവ്വം അത്തരം അഭിപ്രായങ്ങൾ പറയാൻ സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോഴും അത് ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടതാണ്. താങ്കൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ ചർച്ചയിൽ പോലും അവർ അത് അഭിപ്രായം പറഞ്ഞത് തെറ്റായി എന്ന നിലയിൽ പറയുന്നത് കൊണ്ടാണ് എനിക്ക് ഇടപെടേണ്ടി വരുന്നത്. നോക്കൂ, അവർ ഉചിതമായ ഒന്നാം ഘട്ട നടപടി വന്നതിന് ശേഷം ചില അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ 3 നടപടികളായി അദ്ദേഹത്തെ ഒന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദത്തിൽ നിന്ന് ഒഴിവാക്കി, രാഹുൽ മാങ്കൂട്ടത്തിലിനെ 2ാമത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി, 3ാമത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ആ 3 നടപടികൾ കേരള സമൂഹത്തിന്റെ മുമ്പാകെ പ്രചരിച്ചപ്പോൾ, അത് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ കേരള സമൂഹം അത് അംഗീകരിച്ചു. അത് നാം മനസ്സിലാക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ ബി റജി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ എത്ര നേതാക്കന്മാർ മറുപടി പറഞ്ഞു അല്ലെങ്കിൽ പ്രതികരണങ്ങൾ പറഞ്ഞു?
ഓരോ ചാനലും ചോദിക്കുന്നിടത്ത് ഓരോ മാധ്യമവും ചോദിക്കുന്നിടത്ത് നേതാക്കന്മാർ മറുപടി പറഞ്ഞു. അപ്പോഴൊന്നും തോന്നാത്ത ഒരു അരിശം താങ്കൾക്ക് വനിതാ നേതാക്കൾ മറുപടി പറഞ്ഞു പാർട്ടി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അതിൽ തന്നെ സ്ത്രീ വിരുദ്ധതയുണ്ട്. ഞാൻ ആവർത്തിച്ച് അക്കാര്യം താങ്കളോട് സൂചിപ്പിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളുടെ ചർച്ചാ വിഷയവുമായി ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുന്നതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ പിന്തുണയ്ക്കുന്ന സൈബർ പോരാളികളുടെ നിലവാരത്തിലേക്ക് താങ്കൾ താഴ്ന്നു എന്ന കാര്യം ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതൃനിര അത്തരത്തിലുള്ള സൈബർ പോരാളികളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയിലെ വനിതാ നേതാക്കൾ അവരുടെ പാർട്ടിയിൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള അപജയങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയിട്ടുണ്ടോ? അവർക്ക് ചൂണ്ടുവാൻ കഴിയുമോ? അതേസമയം കേരളത്തിലെ കോൺഗ്രസിന്റെ ബന്ധപ്പെട്ട നേതൃനിര അവരുടെ അഭിപ്രായങ്ങൾ അവർ സ്വതന്ത്രമായി പ്രകടിപ്പിക്കുവാനുള്ള അവസരമുണ്ട്. ഇത് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെയല്ല, ധാർമ്മികമായി അങ്ങേയറ്റം ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. രേണുക, ഇന്റർനാഷണൽ കോൺഗ്രസ് അങ്ങനെയായിരുന്നു എങ്കിൽ ആ രീതിയിൽ താങ്കൾ അതിന്റെ ഒരു സഹയാത്രികൻ എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ ആ പാർട്ടിയുടെ കൂടി അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന വാക്കുകളാണ് താങ്കൾ പറയുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ചർച്ചയിൽ പോലും അങ്ങനെ പറയാൻ അത് വനിതകൾ എന്തുകൊണ്ട് പാർട്ടി തീരുമാനം വരുന്നതിന് മുൻപ് നടപടി സംബന്ധിച്ച് സംസാരിച്ചു എന്ന് താങ്കൾ സൂചിപ്പിച്ചു. മറ്റ് നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ വനിതകൾ അങ്ങനെ അഭിപ്രായം പറയേണ്ട എന്നൊരു തോന്നലിൽ നിന്ന് താങ്കൾ അത് പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. സമാനമായ രീതിയിൽ തുറന്നു പറഞ്ഞ നേതാക്കളുടെ വായടപ്പിക്കുന്ന രീതിയിലാണ് സൈബർ ആക്രമണം ഉണ്ടായത്. അത് പിന്നീട് വി ഡി സതീശന്റെ ഉറച്ച നിലപാട് വി ഡി സതീശൻ എടുക്കുമ്പോൾ അദ്ദേഹത്തിലേക്കും ആ ആക്രമണം എത്തുന്നത് നമ്മൾ കണ്ടു. അവിടെയാണ് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ചോദ്യം വന്നത്. അവിടെയാണ് വി ഡി സതീശൻ ഈ നിലപാട് പ്രഖ്യാപിക്കുന്നതും പറയുന്നതും. ഒരു അണുവിട വ്യതിചലിക്കില്ല ബോധ്യങ്ങളിൽ താൻ എടുത്ത നിലപാടിൽ നിന്ന് എന്നതാണ് വി ഡി സതീശൻ പറഞ്ഞത്. അത് കോൺഗ്രസിന്റെ പൊതു നിലപാടാണോ എന്നതാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ താങ്കൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അത് അങ്ങനെയല്ല എന്ന തോന്നലാണ് എനിക്ക് ലഭിച്ചത്. അത് കൂട്ടായ തീരുമാനത്തിന്റെ ഭാഗമാണ് രേണുക. അത് ഏകപക്ഷീയമായിട്ട് എടുക്കുന്ന തീരുമാനമല്ല. കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ ഒത്തുചേർന്നിരുന്ന് ആലോചിച്ച് ഏറ്റവും ഉചിതമായിട്ടൊരു തീരുമാനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് മാറേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വീണ്ടും അത് സംബന്ധിച്ച് തീരുമാനമല്ലേ കൈക്കൊള്ളേണ്ടത്. ഇവിടെ കോൺഗ്രസിനെതിരെ അത്തരത്തിൽ ഒരു കുറ്റാരോപണം ഉന്നയിക്കുന്നതിന്റെ ആവശ്യകത എനിക്ക് മനസ്സിലാകുന്നില്ല രേണുക. ശരി, അത്തരത്തിൽ ഒരു കുറ്റാരോപണം എന്ന നിലയിലല്ല. ഇന്നലെ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുമ്പോൾ റിയൽ വേഴ്സസ് റിയൽ എന്ന ഒരു പോരാട്ടം കോൺഗ്രസിനുള്ളിൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ വക്താക്കൾ എന്ന നിലയിൽ ഒരുപക്ഷെ വി ഡി സതീശനെയും കണ്ടിരുന്നു. കാരണം ആ ഗ്രൂപ്പുമായി കൂടുതൽ അടുത്ത് ഇടപഴകിയിരുന്നത് വി ഡി സതീശനാണ്. ആ വി ഡി സതീശൻ തന്നെ ആ റിയൽ വേഴ്സസ് റിയൽ യുദ്ധത്തിൽ ഒരു ഭാഗഭാക്കാവുകയും റീൽസിനെ തള്ളി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണല്ലോ നമ്മൾ കണ്ടത്. അപ്പോൾ കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചും എതിർത്തും ഒരു വിഭാഗം രൂപപ്പെടുന്നുണ്ടോ? അതിൽ ഏറ്റവും ശക്തമായ നടപടി വേണമെന്ന് വാദിച്ചത് വി ഡി സതീശനാണ്. അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ആ നിലപാടിൽ നിന്ന് വി ഡി സതീശനെ പിന്തിരിപ്പിക്കാനാണല്ലോ ഈ സൈബർ ആക്രമണം ഒരു ഭാഗത്തുകൂടി നടക്കുന്നത്. അത് പെയ്ഡാണ് എന്ന തരത്തിലുണ്ട്. പലതും പാർട്ടിയുടെ തന്നെ അനുഭാവികളായി നിന്നുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി പോരടിക്കുന്നവരാണ്. ആ ഹാൻഡിലുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ വരുന്നത്. അപ്പോൾ അത് വി ഡി സതീശനെ പിന്തിരിപ്പിക്കാനാണോ എന്ന സംശയം വരുന്നു. അവിടെ വി ഡി സതീശൻ ഒറ്റയ്ക്കാണോ, പാർട്ടി ഒപ്പമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. ആ ചോദ്യത്തിൽ എന്താണ് താങ്കൾക്ക് സംശയം? നോക്കൂ, പാർട്ടി അതിന്റെ നേതാക്കൾ ചേർന്നതാണല്ലോ ഒരു പാർട്ടി. ആ പാർട്ടി കൂട്ടായി ഒരു തീരുമാനമെടുക്കുന്നു. അത് UDF അതിന്റെ നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ വി ഡി സതീശൻ അത് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സൈബർ പോരാളികളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് അത് സംഘടനാപരമായിട്ടുള്ള വിഷയമാണ്. അത് സംബന്ധിച്ചുള്ള അഭിപ്രായം KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഒരേ പേരിലുള്ള സൈബർ ലോകത്ത് നമുക്കറിയാമല്ലോ, ഫേക്ക് ഐഡിയിലും ഒക്കെ തന്നെ നിരവധി ഐഡികൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയോ അല്ലെങ്കിൽ മോശപ്പെടുത്തുന്ന തരത്തിലോ സ്ത്രീകൾക്ക് വിരുദ്ധമായ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള എല്ലാ പോസ്റ്റുകളെയും കോൺഗ്രസ് പാർട്ടി ആദ്യഘട്ടത്തിൽ തന്നെ തള്ളി പറഞ്ഞിട്ടുള്ളത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ശ്രീ റജി, ഇവിടെ ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ സെല്ലിനെ കുറിച്ച് വി ഡി സതീശൻ അദ്ദേഹത്തിന് അറിയില്ല എന്നതാണ് പറഞ്ഞത്. ഇന്ന് VT ബൽറാം പറയുന്നുണ്ട് താൻ ആ പോസ്റ്റിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. KPCC അധ്യക്ഷൻ വന്ന് ആ പോസ്റ്റിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ വി ഡി സതീശൻ അറിയാതെ നിഷ്കളങ്കമായി പറഞ്ഞ മറുപടിയാണ് അതെന്ന് മാധ്യമങ്ങൾ കരുതണമോ? എന്തുകൊണ്ടാണ് വി ഡി സതീശന് അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടോ എന്ന് അറിയില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് KPCC അധ്യക്ഷൻ അത് തിരുത്തി രംഗത്ത് വരേണ്ടി വരുന്നത്? താങ്കൾ ചോദിച്ചു എതിരഭിപ്രായമുണ്ടോ എന്ന സംശയം എന്താണെന്ന്.
നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അടൂർ പ്രകാശ് പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ. AI സാങ്കേതിക വിദ്യ എന്ന ഗവേഷണം നടത്തി അങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നോക്കൂ, വി.ഡി. സതീശന്റെ പ്രസ്താവന, അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞ പ്രസ്താവനയുടെ രണ്ടാം ഭാഗം ദയവായി ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ അദ്ദേഹം പറഞ്ഞത് അത് സംഘടനാപരമായ വിഷയമാണ്, അത് സംബന്ധിച്ച് അത്തരത്തിൽ ഒരു സമിതി പ്രവർത്തിക്കുന്നുണ്ടോ, അത്തരത്തിൽ ഒരു സൈബർ കാര്യങ്ങൾ നോക്കുന്നതിനായി ഒരു സംഘടന പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് KPCC പ്രസിഡന്റിനോടാണ് ചോദിക്കേണ്ടത്. അത് സംബന്ധിച്ചുള്ള വിശദാംശം എന്റെ പക്കൽ ഇല്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പൊ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉചിതമായ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. ആ തീരുമാനം അംഗീകരിക്കുവാൻ കോൺഗ്രസിന്റെ നേതാക്കൾ ബാധ്യസ്ഥരാണ്. അപ്പൊ അത് ആ പാർട്ടിയുടെ ആ ഉന്നതാധികാര സമിതി ആണ് ആ ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അതെല്ലാവരുമായും കൺസൾട്ട് ചെയ്തിട്ടും ശേഷം കൈക്കൊണ്ട തീരുമാനങ്ങളാണ്. ആ തീരുമാനത്തിന്റെ ന്യായമോ അന്യായമോ എന്തു തന്നെ ആകട്ടെ, അതിൽ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കൾക്കുമാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി, അതിന്റെ ഉത്തരവാദിത്വമുള്ളത്. അത് ഏതെങ്കിലും ഒരു നേതാവിനെ കൈ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹമാണ് അതിന്റെ കുറ്റം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോരായ്മയാണ് എന്ന് പറയുന്നതിൽ ശരിയല്ല. അതുകൊണ്ടാണ് അക്കാര്യത്തിൽ അടിവരയിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എല്ലാവരുമായിട്ടും ചേർന്ന് കൂടിയാലോചിച്ചുകൊണ്ടാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അതിൽ ഉള്ളിൽ വലിയ സംവാദങ്ങളും ആശയവിനിമയങ്ങളും നടത്തും. ആശയവിനിമയം നടത്തിയതിനു ശേഷം വരെ ഒറ്റ തീരുമാനത്തിലേക്ക് എത്തും. ആ തീരുമാനമാണ് എല്ലാവരും അംഗീകരിക്കപ്പെടുക. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഫസ്ലുർ റഹ്മാൻ, റീൽസിലല്ല, ജനങ്ങളുടെ മനസ്സിലാണ്